ഹലോ ഗൈസ്, വെൽക്കം ടു KP വ്ളോഗ്സ്. ഞാനാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം പൊന്നൂസ്. ഞങ്ങൾ വീഡിയോ ഇടാൻ 2 ആഴ്ചയായി ഗൈസ്. അതുകൊണ്ട് എന്താ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മയുടെ ഫോൺ പൊട്ടി ഗൈസ്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. നമ്മളുടെ വീഡിയോ ഒക്കെ പോയില്ല. എനിക്ക് ഇനിയും കിട്ടണമായിരുന്നു. ഒരു വീഡിയോയും കൂടി ഇട്ടാൽ അടുത്ത 1 മില്യനും കൂടെ ആയാൽ ഒരു കെ ആയിരുന്നു. അപ്പം നമ്മൾ ഇനിയും വീഡിയോ ഇടും. അപ്പം ഈ ഫസ്റ്റത്തെ വീഡിയോ അല്ല, നേരത്തെയും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ നേരത്തെ വീഡിയോ ഇടാൻ പറ്റത്തില്ല. നമ്മൾ ഹോം കടയിലൊക്കെ കൊടുത്തു നോക്കി, അവിടെ ഒന്നും പറ്റില്ലായിരുന്നു. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു ഗൈസ്. പിന്നെ ഉമ്മ അറിഞ്ഞു പോട്ടെ, എന്താന്ന് വെച്ചാൽ ഇമെയിൽ ID ഒന്നും ഉമ്മയ്ക്ക് ഓർമ്മയൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ പഴയ പേര് തന്നെയാണ് കേട്ടോ, KP വ്ളോഗ്സ് എന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ ഞങ്ങളെ അത്ര വിഷമിച്ച് നമ്മൾ ഫ്ലോപ്പായ വീഡിയോ വരെ എടുത്തിട്ടയാണ്. പക്ഷെ അത് വരെ പോയി ഗൈസ്. എനിക്കാണെങ്കിൽ ഇപ്പത്തന്നെ സങ്കടമാകുന്നു. പിന്നെ നമ്മൾ ഇന്ന് ആണെങ്കിൽ ഓണപ്പരിപാടിയായിട്ട് എൻ്റെ ഡാൻസ് ഉണ്ട്. നമ്മൾ ഓണപ്പരിപാടിക്ക് പട്ടുപാവാടയും പിന്നെ മുല്ലപ്പൂവും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതിട്ടൊക്കെ കാണാം. ബൈ. അപ്പോൾ ഗൈസ്, ഞാനൊക്കെ കുളിച്ചിട്ടും പല്ല വെച്ചിട്ടും ഒക്കെ വരാം. മറ്റേ ഞാൻ ഉറക്കത്തിൽ നിന്ന് എണ്ണീച്ച് വന്നതേ ഉള്ളൂ. ഉമ്മി പറഞ്ഞു ഇവിടെ പുതിയ ഫോണാണ് ഗൈസ്. ഫോണിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഉമ്മയോട് ഇനി ചോദിച്ചിട്ട് അടുത്ത വീഡിയോയിൽ നമുക്കിടാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഫോണിൻ്റെ പേരിടാം. ഞാൻ കുളിച്ചിട്ടും കഴിച്ചിട്ടും ഒക്കെ വരാം. അപ്പോൾ എൻ്റെ ഡ്രസ്സസും എല്ലാം ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഞാൻ കുളിച്ചിട്ടൊക്കെ വേഗം വരാം. ഹലോ ഗൈസ്, അപ്പം ഞാൻ സ്കൂളിൽ പോകാൻ റെഡി ആവാൻ പോവാണ്. റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ പട്ടുപാവാടയും മാലയൊക്കെ. അപ്പം നമുക്ക് വള്ളത്തിൽ കയറി സ്കൂളിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഞാനും എൻ്റെ ഉമ്മയും കൂടെ സ്കൂളിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ 3 ഫ്രണ്ട്സ്. ഇനിയും വരാനുണ്ട് കേട്ടോ. ഞങ്ങളങ്ങോട്ട് ചെന്നപ്പോൾ കുറച്ച് പേരെ വന്നു. പിന്നെ ഇതാണ് ഗൈസ് അത്തപ്പൂ, നിങ്ങൾ കണ്ടോ? അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും കൂടെ അത്തപ്പൂ ഇടുവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ അവർ ഇന്നലെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ കണ്ടു. അപ്പോഴും എനിക്കൊരു രസം തോന്നിയില്ല. ഇപ്പം പൂ ഇട്ടപ്പോഴാണ് നല്ല രസം. പിന്നെ ടീച്ചേഴ്സൊക്കെ പൂ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഡാൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ ക്ലാസ്സിൽ ആൺപിള്ളേരുടെ തന്നെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വീർത്തു. ഞാനും കളിച്ചു ഗൈസ്. കുറേ നേരമായി. ഓണത്തിനിട്ടുന്ന പാട്ടൊന്നും അല്ലായിരുന്നു കേട്ടോ, വേറെ ഏതൊക്കെയോ പാട്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അന്നെങ്കിലും കളിക്കാനൊക്കെ പറ്റും. പിന്നെ ഞങ്ങൾ കുറേ നേരം കളിച്ചു. കുറേ കുട്ടികളുണ്ടായിരുന്നു. പിന്നെ മാവേലി ഉണ്ടായിരുന്നു. അപ്പം അതേ മാവേലിയും വാമനനുമാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത്. പിന്നെ കുറേ കൊച്ചു പിള്ളേരുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നിരന്ന് നിന്നു കേട്ടോ. 4ാം ക്ലാസ്സിലെ 2 ചേട്ടന്മാരാണ്. ഇവർ ഒരുങ്ങി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഗൈസ്. നല്ല രസമൊക്കെയാണ്. ഞങ്ങളുടെ പണ്ടത്തെ ക്ലാസ്സാണ് കേട്ടോ ഏറ്റവും ലാസ്റ്റ്. കുറേ കളിച്ചു. എന്ന് വെച്ചാൽ നമ്മൾ വിയർക്കുന്ന വരെ കളിച്ചു. ടീച്ചർമാരൊക്കെ പലതരം പാട്ടൊക്കെയാണ് ഇട്ടത്. ഭയങ്കര രസമായിരുന്നു. അറിയാവുന്ന കുറേ പാട്ടുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ നല്ല കൂട്ട് കളിച്ചു ഗൈസ്. അതൊക്കെ കണ്ട് ഞങ്ങൾ രസിച്ചിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. കുറച്ച് നേരം നിന്നു കേട്ടോ ഞങ്ങളെല്ലാവരും. പിന്നെ ഡാൻസ് തുടങ്ങി. എന്താണ് എപ്പോഴും ഡാൻസിൻ്റെ കാര്യം പറയുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ കുറേ ഡാൻസ് കളിച്ചു കേട്ടോ. അതുകൊണ്ടാണ് കുറേ കളിച്ചില്ലേ, നമുക്കതൊക്കെ വീഡിയോയിലിടണം. എനിക്ക് ഇഷ്ടമാണ്. ഞങ്ങളുടെ ഫസ്റ്റ് ചാനലിൽ തന്നെ ആ കുറച്ച് ഇട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഈ ഫസ്റ്റ് പുതിയ ചാനലാണ്. നമ്മൾ പുതിയ ചാനൽ പേരൊന്നും മാറ്റുന്നില്ല, അല്ലാതെ തന്നെ
പേരൊന്നും മാറ്റാതെ തന്നെ യൂട്യൂബ് ചാനൽ മറ്റേ പോലെ എടുക്കുവാണ് കേട്ടോ. പിന്നെ എൻ്റെ 2 ഫ്രണ്ട്സും കൂടെ അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നൊരു. പിന്നെ അത്തപ്പൂക്കളൊക്കെ തീർന്നു. ചിലതൊക്കെ ഒന്ന് റൗണ്ട് ചെയ്യാനൊക്കെ ഉള്ളായിരുന്നു. ക്രോസിൽ വട്ടം ഒന്ന് ശരിയാക്കാനേ ഉള്ളായിരുന്നു. കസേര കളിയായിരുന്നു. ഇതൊന്നിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ കുറേ നേരം അവർ കളിച്ചു. പിന്നെ ലാസ്റ്റ് ആരാന്ന് എനിക്ക് അറിഞ്ഞില്ല. ഞാൻ ക്ലാസ്സിൽ പോയി ഇരിക്കുമായിരുന്നു ഗൈസ്. ഡാൻസ് കളിച്ച് മടുത്തു, അതുകൊണ്ടാണ്. അപ്പം ഇത് കുറേ കൊച്ച് ചേച്ചിമാർ ചെറിയ LKG പിള്ളേർക്ക് അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെ ലാസ്റ്റ് റൗണ്ടാണിത്. ആരാണോ ജയിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. പിന്നെ ലാസ്റ്റ് റൗണ്ടാണ് കേട്ടോ. ഇതാണ് ലാസ്റ്റ് റൗണ്ട്. അപ്പോൾ ഇത് കുറച്ച് പിള്ളേരെ ഉള്ളായിരുന്നു. പിന്നെ അങ്ങടെയാണ്. അപ്പോൾ ഞാനുണ്ടായിട്ടോ അതിനകത്തിൽ. പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ കസേര കളിയാണ്. രണ്ടാമതും കറങ്ങിപ്പോയി. അതാണ് കേട്ടോ ഞാൻ. അപ്പോൾ കുറേ കറങ്ങി കേട്ടോ. എല്ലാവരും അതുപോലെ കളിച്ചു. ഇത് 3ാം ക്ലാസ്സിൻ്റെ ആണ്. അപ്പോൾ ഇതാണ് കേട്ടോ ലാസ്റ്റ്. അപ്പം നിങ്ങളുടെ വൈഷ്ണവി ചേച്ചിയാണ് ലാസ്റ്റ് ജയിച്ചത്. ഫസ്റ്റ് കിട്ടുന്നവർക്ക് ഒരു ബോക്സും സെക്കൻഡ് കിട്ടുന്നവർക്ക് ഒരു ബുക്കുമാണ് കേട്ടോ. നല്ലതായിരുന്നു. പിന്നെ എനിക്കൊന്നും കിട്ടിയില്ല ഗൈസ്. ഞാൻ സെക്കൻഡ് തന്നെ പോയി. പിന്നെ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ ജയിച്ചു കേട്ടോ. എനിക്ക് ഫസ്റ്റ് ആയിരുന്നു. പിന്നെ 4ൻ്റെ ആയിരുന്നു ഗൈസ്. പിന്നെ ഒരു ചേട്ടനാണെങ്കിൽ പറഞ്ഞു ഞാനാണ് കയറിയിരുന്നതെന്ന് പറഞ്ഞു കേട്ടോ മാവേലിയോട്. അപ്പോൾ ലാസ്റ്റ് റൗണ്ടാണ്. കുറേ പ്രാവശ്യം കറങ്ങിയിട്ട് എനിക്കിതൊക്കെ ബോറടിച്ച് പോയി. പിന്നെ എല്ലാവരും കൂടെ സദ്യ കഴിക്കാൻ ഇപ്പോൾ പോകും. ഇതാണ് നമ്മുടെ പിക്ചറിൻ്റെ. അത് 1ൻ്റെ ആണ്. അതിൽ ഒരു കൊച്ചാണ് തോറ്റത്. എന്താണെന്ന് വെച്ചാൽ ആ കൊച്ചാണെങ്കിൽ വേറെ ഒരാളുടെ ഒരു കസേരയിലായിരുന്നു. പിന്നെ ആ കൊച്ച് വേറൊരു കസേരക്ക് വരുന്നു. അത് ഔട്ടായിരുന്നു. ആ കൊച്ചിനെ മാറ്റി. ഇത് UKG ആണ്.
അമ്മമാരുടെ ആണ് കേട്ടോ. നമുക്കിതിൽ ആരാണോ ലാസ്റ്റ് ജയിക്കുന്നത്. ഞാനിപ്പോൾ ഫുഡ് കഴിക്കാൻ പോയായിരുന്നു കേട്ടോ, അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് കേട്ടോ അമ്മമാരുടേത്. ഫസ്റ്റ് തന്നെ ഇശലിൻ്റെ അമ്മയാണ് കേട്ടോ ജയിച്ചത്. ഫസ്റ്റ് തന്നെ ഇശലിൻ്റെ അമ്മയാണ് കയറിയത്. ആ പിങ്ക് ഡ്രസ്സിട്ടാണ് കേട്ടോ ഇശലിൻ്റെ അമ്മ. ഇല്ല, ഇത് എത്രാമത്തെ റൗണ്ടാണ്. കുറച്ച് കസേരയൊക്കെ അവിടെ കിടപ്പുണ്ട്, കുറേ കസേരയുണ്ട്. എത്രാമത്തെയാണെന്ന് അറിയത്തില്ല, കുറേ കറങ്ങി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് റെഹയുടെ ഉമ്മയാണ് കേട്ടോ. ബ്ലൂ കളറ് ഇട്ടത് എൻ്റെ ഫ്രണ്ടിൻ്റെ കേട്ടോ. ഞങ്ങൾ 2 പേര് 5 ടീംസാണ് ഉള്ളത്. അത് ഞാൻ അടുത്ത ചാനലിൽ പറയാം കേട്ടോ. പിന്നെ രണ്ടാമത്തെ റൗണ്ടായിരുന്നു ഗൈസ്. ഏറ്റവും ലാസ്റ്റത്തെ റൗണ്ടായിരുന്നു. ആരാണ് ജയിക്കുന്നതെന്ന് എനിക്കറിയൂടാ. പിന്നെ ആരാണെന്ന് മനസ്സിലായില്ല. അഭിനന്ദയുടെ മാമിയാണ് കേട്ടോ. സദ്യ കഴിക്കാനിരുന്നു കേട്ടോ. ഞാനപ്പോൾ ഒന്ന് കയറിയില്ല. കിടിലനായിരുന്നു. അപ്പം 1ാം ക്ലാസ്സിൻ്റെ ആയിരുന്നു കേട്ടോ ഇത് കയറിയത്. അടിപൊളിയായിരുന്നു. ഞാൻ 2ാമത്തെ പ്രാവശ്യം തിന്നു. എൻ്റെ പൊന്നേ, അടിപൊളി സാധനം. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിലെ. ഞാനാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. അത് നിങ്ങളുടെ സാന്ദ്ര ചേച്ചി. എനിക്ക് ഇഷ്ടപ്പെട്ട ചേച്ചിയാണ് കേട്ടോ സാന്ദ്ര ചേച്ചി. പിന്നെ ഇതാണ് കേട്ടോ അത്തപ്പൂ നല്ലതായിരുന്നു. എനിക്ക് ഇതാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. എന്ന് വെച്ചാൽ ഒരു തിരി പോലത്തെ എന്തോ ഒരു സാധനം കുത്തിവെച്ച് അതിനകത്തിലൊരു ചെറിയൊരു പൂവായിരുന്നു കേട്ടോ എടുത്ത് വെച്ച്. പിന്നെ ഞങ്ങളുടെയാണ് ഗായ്സ്. എന്ന് വെച്ചാൽ ലാസ്റ്റ് ആരാണ് ജയിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലേ. അപ്പം നമുക്കിത് കാണാം. കുഞ്ഞു കൊച്ചുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു. അത് സെക്കൻഡ് തവണ തന്നെ പോയി കേട്ടോ. ഫസ്റ്റിൻ്റെ അനിയത്തി ജയിക്കുമെന്ന് പറഞ്ഞാൽ അതെന്ന് വെച്ചാൽ കുഞ്ഞു പിള്ളേർക്കൊന്നും അത് കളിക്കാൻ പറ്റത്തില്ലല്ലോ, വലിയവരൊക്കെ കയറിയിരിക്കുകയാണെങ്കിൽ. പിന്നെ ഇതാണ് ഞാൻ വിചാരിച്ചു ആ കുഞ്ഞു കൊച്ചിനെ കണ്ടോ, ആ കുഞ്ഞു കൊച്ചായിരുന്നു ഞങ്ങളുടെ കൂടെ കളിച്ചത്. പിന്നെ ലാസ്റ്റ് റൗണ്ടായിരുന്നു കേട്ടോ, അതിൽ ഞാൻ കയറിയിരിക്കും ഗൈസ്. അടുത്ത ഏറ്റവും ലാസ്റ്റത്തെ റൗണ്ടാണ് ഗൈസ്. ഇതിലാരാണ് ജയിക്കുന്നതെന്നൊക്കെ പറയാൻ പറ്റുമോ? അതാരാണ്? ഇത് ഞാനും എൻ്റെ വൈകിയെന്ന് പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരിയാണ്. ഞാനാണ് ഗൈസ് ജയിച്ചത്. പിന്നെ അമ്മമാരുടെ ഉണ്ടായിരുന്നു, അല്ല ചേച്ചിമാരുടെ ആയിരുന്നു കേട്ടോ. അപ്പം ചേച്ചിമാർ കുറേ കറങ്ങി. ലാസ്റ്റ് നമ്മുടെ സാന്ദ്ര ചേച്ചി തന്നെയായിരുന്നു ജയിച്ചത്. കണ്ടോ, ഇതാണ് കേട്ടോ ആ വലിയ ചേച്ചിയാണ് സാന്ദ്ര ചേച്ചി. ചേച്ചി കുറേ കറങ്ങി ലാസ്റ്റ് ആ ചേച്ചിക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ കേക്ക് കട്ടിങ് ആയിരുന്നു. 2 ചേച്ചിമാരുടെ ബർത്ത്ഡേ ആയിരുന്നു. ഒരെണ്ണം റെഡ് വെൽവെറ്റ് കേക്കായിരുന്നു. അത് അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വൈറ്റ് ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ്. വൈറ്റ് ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിച്ചുള്ളൂ. സാറ് വായിൽ വെച്ചാണ് ഇച്ചിരി. പിന്നെ ആ ചേച്ചി വലിയ പീസ് കൊണ്ടു തന്നു. കണ്ടോ, അവർ കൊണ്ടുവന്ന് തന്നു കേട്ടോ. പിന്നെ ഇതാണ് എല്ലാവരും ഉണ്ടായിരുന്നു. അവരുടെ ചേർന്ന 2 പേരുടെ പിള്ളേരും ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സെറ്റാണ്. ഒരെണ്ണം പയ്യെ വേദേ. പിന്നെ ഇത് ചേച്ചിമാരുടെ ഡാൻസാണ് കേട്ടോ.
പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ആണെങ്കിൽ മുട്ടായി പറക്കല് കളിച്ചു. പിന്നെ ഇത് ലാസ്റ്റാണ് ഗൈസ്, നമ്മുടെ ഓണം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വർഷമേ ഉള്ളൂ ഗൈസ്. ഭയങ്കര രസമായിരുന്നു ഗൈസ്, സൂപ്പർ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായി ഗൈസ്, എന്ന് വെച്ചാൽ ഓണം തീർന്നു പോയില്ലേ, ഇനി അടുത്ത വർഷമേ കാണത്തുള്ളല്ലോ, അതുകൊണ്ട് ആണ് കേട്ടോ വിഷമം. പിന്നെ സൂപ്പറായിരുന്നു കേട്ടോ. അതിൽ ഞാനാണെങ്കിൽ ട്രയലിന് കയറി, അപ്പം എനിക്കാണ് കൂടുതൽ കിട്ടിയത്. ഒരു ചേച്ചിയാണ് കേട്ടോ എൻ്റെ കൂടെ വന്നത്, ഒരു വലിയ ചേച്ചി. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ സാറ് ഞങ്ങൾക്ക് തന്നെ മിഠായി തന്നു, നല്ല ടേസ്റ്റായിരുന്നു. എനിക്കൊരു ചോക്ലേറ്റ് ഫ്ലേവറാണ് കേട്ടോ. ഇതൊക്കെ നല്ലതായിരുന്നു. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെൽ ബട്ടണിൽ അമർത്തി ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താലേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും.